KFM ഫാമിലിക്ക് ഒരു ആർമി ഉണ്ട്. ഏത് ആർമി എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? ഏതാ? ഓക്കെ, നമ്മുടെ ജീസസ് ആർമി അല്ലേ. നല്ല ചുറുചുറുക്കോടെ അത്യുത്സാഹത്തോടെ വളരെയധികം പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിൽ കാഴ്ചവെക്കുന്ന നമ്മുടെ ജീസസ് ആർമിയുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം. എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് യെരിഹോമിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലാക്കപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയായി യാദൃശ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോയാൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴി എമ്പത്തിലേക്ക് കൊണ്ടുപോയി. മുതലാളി, മുതലാളി, മുതലാളി. എന്താ മുതലാളി? എൻ്റെ മകളുടെ കല്യാണം. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ വന്ന് കേട്ടണോ? കേട്ടാ എന്തേ? മുതലാളി അങ്ങനെ പറയല്ലേ മുതലാളി, എൻ്റെ മകളുടെ കല്യാണം. കടക്കട പുറത്ത്. നിന്റെ കാശ്, നിന്റെ കാശ്. അയ്യോ മുതലാളി, എൻ്റെ മോളുടെ ഭാവി എന്താകും മുതലാളി? എനിക്ക് ആ രൂപ തരണം മുതലാളി. കർത്താവേ, എന്നോട് കരുണ ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഇടിയായി യാലിയാമ്മേ, ഒന്നും കൊണ്ട് വന്നേ. ഞാൻ ലേലത്തിന് പോവുക. ഇന്ന് കള്ളുഷാപ്പിലെ ലേലമാണ്. അച്ഛനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ, പ്രാർത്ഥിക്കാൻ വേണ്ടി. നമ്മൾ വെച്ച അള്ളുകൊണ്ട് ഏതെങ്കിലും വണ്ടി പഞ്ചറാകുമോ മച്ചാനെ? നീ അള്ള് എല്ലായിടത്തും വാരി എറിഞ്ഞാടാ. ആശാനെന്തോ കൊട്ടേഷൻ കിട്ടിയെന്ന് തോന്നുന്നു. ചാക്കോച്ച മുതലാളി ഇന്ന് പുതിയ കള്ള് ഷാപ്പ് ലേലത്തിന് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. പവർക്കെട്ട് ഷാജി കള്ളനാണെങ്കിലും പറഞ്ഞതാ. ചാക്കോച്ച മുതലാളിക്ക് ഈ വഴിയേ ഉള്ളൂ. 8ന്റെ പണി കൊടുക്കണം ആശാനെ. പാവങ്ങളെ മുഴുവൻ വഞ്ചിച്ച് പണക്കാരനായ അവന് പണി കൊടുക്കണം. അവനെ മുണ്ടിൽ പൊതിയിട്ടോ ആശാനെ? വേണ്ട, അവന്റെ ജീവൻ കിടക്കട്ടെ. എടാ ചാക്കോച്ച മുതലാളി, അടിയടാ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കാലേ, എന്റെ കാലേ. എന്താ ഇത്? കഷ്ടായി. നോം എന്തായി കാണണേ? ശുംഭൻ വഴിമാറി കിടക്കുക. അശ്രീകരം. എന്റെ കാലേ, അയ്യോ, എന്റെ കഴുത്തിരിക്കാൻ വയ്യ. അയ്യോ അയ്യോ അയ്യോ. ഏതായി മാറ് പടച്ചോനെ, ഈ ഞങ്ങളുടെ ചാക്കോച്ചൻ മുതലാളിയാണല്ലോ. ഇല്ല, ആരോ ഇയാൾക്ക് പണി കൊടുത്തേക്കണല്ലോ. റബ്ബേ, ഇവിടെ ഞമ്മള് നിന്നാല് ഞമ്മക്കും പണി കിട്ടും. അയ്യോ, ഞാനിപ്പോ ചാവുകേ. അയ്യോ എന്നെ ദൈവമേ. അച്ഛോ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സുമതിയില്ലേ, അവളെ കൊണ്ട് വലിയ ശല്യമാ. ജീവിക്കാൻ പോലും പറ്റുന്നില്ല. കപ്പ്യാരെ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനുള്ളവരാ ഞാനും നീയുമൊക്കെ. എന്റെ ദൈവമേ. അയ്യോ, നമ്മുടെ ചാക്കോച്ചനല്ലേ? ഇയാൾ ലേലത്തിന് പോയെന്നല്ലേ പറഞ്ഞത്?
ഞാനിപ്പോ ചാവുമേ. മൊത്തം പോയല്ലോ കപ്പ്യാരെ. നമുക്ക് സ്ഥലം കാലിയാക്കാം. അച്ഛോ, പള്ളിപ്പണിക്ക് ലക്ഷങ്ങൾ തന്നതല്ലേ, നമുക്ക് വേണ്ടി രക്ഷിക്കാം അച്ഛാ. കപ്പ്യാരെ വാ, ആവശ്യമില്ലാത്ത സഹായമൊന്നും വേണ്ട. ആരെങ്കിലും ഓടി വരണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ യേശുവേ, മുതലാളി, മുതലാളി, ഇതെന്ത് സംഭവിച്ചു മുതലാളി? ഇത് ആരാ ചെയ്തത് മുതലാളി? എൻ്റെ മുതലാളിക്ക് ഇത് എന്ത് സംഭവിച്ചു? യേശുവേ, എന്റെ പണം പോയി. അയ്യോ, ഒന്നുമില്ലാത്തവനായി തീർന്നേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാവിയാണു ഞാൻ നാഥാ, പാവിയാണു ഞാൻ.